എൻ്റെ പേര് സുമിത ജോസ്. ഞാൻ തലയിലപ്പറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 സെപ്റ്റംബറിൽ ഇസ്രയേലിൽ പോകാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. കൊറോണ ടൈം ആയതുകൊണ്ട് പല തടസ്സങ്ങളായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള പലരും പോയി. എനിക്ക് 2021 മെയ്യിൽ വിസ വന്നു. അപ്പോൾ ഇസ്രയേലിൽ യുദ്ധം തുടങ്ങി. അപ്പോൾ എയർപോർട്ട് ക്ലോസ് ആയതുകൊണ്ട് അവിടെയും കുറേ ഡിലേ വന്നു. 2021 ഓഗസ്റ്റിൽ എന്നെ മുംബൈയിലേക്ക് വിളിച്ചു. അവിടെ ചെന്ന് മെഡിക്കലും ഇൻ്റർവ്യൂവും പാസ്സായാൽ മാത്രമേ ഇസ്രയേലിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മെഡിക്കൽ എനിക്ക് ഫിറ്റായി. ഇൻ്റർവ്യൂവിന് എനിക്ക് ഡേറ്റ് തന്നു. ഇൻ്റർവ്യൂവിന് തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിസ ക്യാൻസലായിപ്പോയി, അതുകൊണ്ട് ഇൻ്റർവ്യൂ നടക്കത്തില്ല എന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള 11 പേരും ഇൻ്റർവ്യൂ പാസ്സായി ഇസ്രയേലിലേക്ക് പോയി. എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. മാനസികമായി എനിക്ക് ഒത്തിരി വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കാനിട വന്നത്. 2021 നവംബർ 17 ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം എഴുതാൻ വേണ്ടി ഞാൻ പേപ്പർ എടുത്തപ്പോൾ എനിക്ക് ഇസ്രയേലിൽ നിന്ന് കോൾ വന്നു. സെലക്ട് ചെയ്തു, എത്രയും പെട്ടെന്ന് വിസ റെഡിയാക്കി തരാമെന്ന്. അങ്ങനെ 10 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. ഡിസംബർ 17 ഞാൻ ഇസ്രയേലിലേക്ക് പോയി ജോലിക്ക് കയറി. ഇപ്പോൾ ഞാൻ 2.25 വർഷത്തിന് ശേഷം ഞാൻ വെക്കേഷന് വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മാതാവ് വഴി കിട്ടിയ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനി രണ്ടാമത്തെ സാക്ഷ്യം. എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ എനിക്കൊരു വലിയ തലവേദന വന്നു ഇസ്രയേലിൽ വെച്ച്. എത്ര ഡോക്ടറിൻ്റെ അടുത്ത് പല പ്രാവശ്യം പോയിട്ടും എനിക്ക് മാറിയില്ല. പല മെഡിസിൻ കഴിച്ചു, എന്നിട്ടും ഒരു എഫക്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ തലവേദനയും മാറി. CT എടുത്തപ്പോൾ നോർമലായിരുന്നു. ഇപ്പോൾ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ മകൾ +2 പഠിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് നല്ല മാർക്ക്, പഠിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു, പക്ഷെ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. ഇതിനെല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ മാസത്തിൽ ഞാൻ ഇസ്രയേലിലായതുകൊണ്ട് എനിക്കൊന്നും അവിടെ വെച്ചൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഹസ്ബൻഡ് എല്ലാ മാസവും ഓരോ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആത്മീയമായി ഒത്തിരി വളർത്തിയതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു.